सबका तू ही सहारा, किसका नहीं तू प्यारा, सबका तू ही सहारा। परमात्मा तुम ही हो, परमात्मा तुम ही हो, शिव नाम है तुम्हारा, किसका नहीं तू प्यारा, सबका तू ही सहारा। तुमने ही भेद खोले सारे अगम निगम के, हैं छट गए कुहासे अज्ञान और भरम के, गीता का ज्ञान सूरज आबू से है निहारा, किसका नहीं तू प्यारा, सबका तू ही सहारा। ഓം ശാന്തി. പ്രിയപ്പെട്ട ബാബ, ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ആദരണീയ ഗുൽസാർ ദാദിയിൽ ബാബയുടെ ആദ്യത്തെ അവതരണം നടക്കുകയും പരമാത്മ മഹാവാക്യങ്ങൾ ആദ്യത്തെ മധുരമായ മുരളി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ബാബ ആ മുരളിയിൽ പറഞ്ഞ മുഖ്യ പോയിന്റുകളാണ് ജഗദീഷ് ഭായ് നമുക്ക് കേൾപ്പിച്ചു തന്നത്. ഇന്നലെ കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ശിവബാബ, ബ്രഹ്മബാബ കുട്ടികളെ എങ്ങനെ പാലന ചെയ്തു, ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ ബാബ. ബാബ നിരഹങ്കാരിയും നമ്ര ചിത്തനുമായി കുട്ടികളോട് പറയുമായിരുന്നു, मैं भी अभी संपूर्ण नहीं बना हूँ. ബ്രഹ്മബാബ പറഞ്ഞിരുന്നു, മക്കളെ ഞാനും സമ്പൂർണമായിട്ടില്ല, നിരന്തര ദേഹീയഭിമാനിയായി മാറിയിട്ടില്ല. പക്ഷേ ബാബ വ്യക്തമാകുന്നതിന് 3-4 മാസങ്ങൾക്ക് മുമ്പ് ആർക്ക് ബാബയെ കാണാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ബ്രഹ്മബാബ ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെയില്ല. സമ്പൂർണ്ണ അവ്യക്ത സൂക്ഷ്മ ആകാരി സ്ഥിതിയിലായിരുന്നു ബാബ. വർഷങ്ങൾക്ക് മുമ്പ് ബാബ കുട്ടികളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കേൾക്കുമായിരുന്നു. ഓരോ കുട്ടികൾക്കും സമയം കൊടുത്തിരുന്നു ബാബ. क्या आपने सोचा कि इन छोटी छोटी बातों को न सुनने का क्या कारण था? പക്ഷേ പിന്നെ ബാബ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് കേട്ടിരുന്നില്ല. എന്തുകൊണ്ട്? कारण यही था कि वो निरंतर याद में अव्यक्त हो रहते थे. यही याद की निशानी है. കേൾക്കണ്ട എന്നതുകൊണ്ട് കേൾക്കാതിരുന്നതല്ല, ബാബ നിരന്തരം ഓർമ്മയിൽ അവ്യക്തസ്ഥിതിയിലായിരുന്നു. അവ്യക്തസ്ഥിതിയിൽ ഇത് ഓർമ്മയുടെ അടയാളമാണ്.
आप बच्चों ने उनके तन द्वारा कभी नोट किया उनके मस्तक में. എന്നിട്ട് ബാബ ശിവബാബ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ മസ്തകത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടിരുന്നുവോ? അവ്യക്ത സ്ഥിതി മേ ജോ ഹോംഗെ ഉനോനെ, ആര് സ്വയം അവ്യക്ത സ്ഥിതിയിലായിരുന്നോ അവർക്ക് അവ്യക്തമൂർത്തിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. जो स्वयं अव्यक्त अवस्था में नहीं रहते थे, स्वयं अव्यक्त स्थितिയിലല്ലാത്തവർ, उन्होंने उस अमूल्य रतन को पूरी रीति से, ബ്രഹ്മബാബയുടെ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്ന അമൂല്യ രത്നത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഭി ഭി സ്ഥാപന കാ കാര്യ ബ്രഹ്മ കാ ഹേ. ബാബ പറഞ്ഞു, ഇപ്പോഴും സ്ഥാപനയുടെ കാര്യം ബ്രഹ്മബാബ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അഭി ഭി ആ ബച്ചോं की പാലന ബ്രഹ്മ ദ്വാരാ ഹി ഹോഗി. എന്താ രഹസ്യം പറഞ്ഞ ശിവബാബ? ഇനിയും നിങ്ങളുടെ പാലന ബ്രഹ്മാവിലൂടെ തന്നെ ആയിരിക്കും. സ്ഥാപന കെ അന്ത് തക് ബ്രഹ്മ കാ പാർട്ട് ഹേ ഹി. സ്ഥാപനയുടെ അവസാനം വരെ ബ്രഹ്മാവിൻ്റെ പാർട്ട് ഉണ്ടാകും. സ്ഥൂല ശരീരം വിട്ടുവെങ്കിലും സൂക്ഷ്മ രൂപത്തിൽ ബാബ തൻ്റെ സേവനം ചെയ്യും. അപ്പോൾ പഠായി കൈസി ഹോക്കി. ഇനി മുരളി എങ്ങനെയായിരിക്കും നടക്കുക അതും പറഞ്ഞു ബാബ. अभी आप सभी बच्चे सोचते होंगे कि ब्रह्मा द्वारा पढ़ाई कैसे होगी. ഇനി എങ്ങനെ ബ്രഹ്മബാബയിലൂടെ ശിവബാബ മുരളി പറയും എന്ന് താങ്കൾ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ബാബ പറയണേ? അതായത് ശിവബാബ ദാദിയിൽ അവതരിച്ചിട്ടാണ് ഇതെല്ലാം പറയണം. ഗുൽസാർ ദാദിയിലൂടെ കിട്ടിയ മുരളിയാണ്. അതിലാണ് 21 വൈകുന്നേരം ബാബയുടെ ഭൗതിക ശരീര സംസ്കാരം കഴിഞ്ഞിട്ട് ജനുവരി 21 വൈകുന്നേരം ശിവബാബയുടെ ആദ്യത്തെ അവതരണം നടന്നപ്പോൾ ഉണ്ടായ മധുരമഹാവാക്യങ്ങളാണ്. കൈസെ ഓർ ക്യോं का प्रश्न उठना नहीं चाहिए. എങ്ങനെ ശിവബാബ വരും, എങ്ങനെ മുരളി നടക്കും, ഈ ചോദ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടതേ ഇല്ല. ലേക്കിൻ കുച്ചേക്ക് ബച്ചോമേ പ്രശ്ൻ. പക്ഷേ ചില കുട്ടികളുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാക്കും. വാസ്തവത്തിൽ ജ്ഞാനത്തിൻ്റെ പരിപക്വ അവസ്ഥയിൽ എത്തിയവരുടെ ഉള്ളിൽ എന്തുകൊണ്ട് എങ്ങനെ ഈ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. കുച്ച് ധീരജ് രഖോ. എല്ലാറ്റിനും കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കൂ പറയണ ബാബ. വെയിറ്റ് ആൻഡ് സീ. ഇനി എങ്ങനെ മുരളി നടക്കുന്നു നിങ്ങൾ കാത്തിരുന്ന് കാണൂ. जब अविनाशी पढ़ाई है तो फिर ये प्रश्न की हलचल क्यों. കാരണം ബാബ പറഞ്ഞിട്ടുണ്ട് ഈ പഠിപ്പ് നിങ്ങൾക്ക് അവസാനം വരെ കിട്ടും. പക്ഷെ അതെങ്ങനെ കിട്ടും, ഏത് വിധിയിലൂടെ കിട്ടും? ഈ ചോദ്യങ്ങളിൽ പെട്ട് നിങ്ങൾ എന്തിനാ ഇളകുന്നത്? ഫിർ ബി ഉസി ഹൽച്ചൽ കോ ശാന്ത് കർനെ കെ ലിയെ. നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. ബാബ പറയണ എങ്ങനെയും മുരളി നടക്കും എന്നായിരിക്കണം ഒരു ജ്ഞാനിയുടെ അവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്. എങ്കിലും ചില കുട്ടികളുടെ മനസ്സിൽ ഈ ഇളക്കമുണ്ട്. അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ബാബ പറയുകയാണ്, ക്ലാസ് ജോ ആപ്കി ജൈസി ചൽത്തി ഹെ വൈസേ ഹി ചലേഗി. എങ്ങനെ മുരളി ക്ലാസ് നടന്നിരുന്നോ അതേപോലെ നടക്കും. ആര് ക്ലാസ് നടത്തും? ഇതായിരിക്കും ഇനി നിങ്ങൾക്ക് അടുത്ത ചോദ്യം. ബ്രഹ്മ ശരീരം തന്നെയാണ് അതിന് നിമിത്തം. മുരളി तो उसी तन द्वारा दिए ज्ञान का नाम है. എന്താ രഹസ്യം പറഞ്ഞ്? ബ്രഹ്മാവിലൂടെ ശിവബാബ ഉച്ചരിച്ച മധുര മഹാവാക്യങ്ങളുടെ പേരാണ് മുരളി. അത് തന്നെയായിരിക്കും പഠിപ്പ്. സന്ദേശിമാരിലൂടെ ട്രാൻസിൽ പോകുന്ന സന്ദേശി പുത്രിമാരെ കൊണ്ടുവരുന്നത് മുരളിയല്ല, സന്ദേശമാണ്. इसलिए जो भी മുരളിയാൻ ചൽ ചുക്കി. അപ്പം തന്നെ ബാബ പറഞ്ഞു, എത്ര മുരളികൾ ബ്രഹ്മബാബയിലൂടെ ഉച്ചരിക്കപ്പെട്ടോ ആ മുരളികളെല്ലാം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം. ജैसे पहले सबको പോസ്റ്റ്. ആ റിവിഷൻ മുരളികൾ പോസ്റ്റിലൂടെ
എല്ലാ സേവാ കേന്ദ്രങ്ങളിലേക്കും മധുബനത്തിൽ നിന്ന് നിയമാനുസൃതം പോയിക്കൊണ്ടിരിക്കും. 1 വർഷം പെഹ്ലെ ബാബ പറഞ്ഞു, മുരളി റിവിഷൻ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? 1 വർഷം മുമ്പ് ബാബ പറഞ്ഞ മുരളി നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ? കല്ല് 1 വർഷം മുമ്പ് പോട്ടെ, ബാബ പറയണേ ഇന്നലെ ഉച്ചരിച്ച ബാബയുടെ മുരളി പോലും ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്മൃതിയുണ്ടോ? ആ മുരളി നിങ്ങൾ പൂർണ്ണമായിട്ട് ധാരണ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കൈ പോയിൻറ്റ്സ് ഐസേ ഹേ ജോ കൈ ബാർ, മുരളിയിലെ പല പോയിൻറ്റും പലതവണ പഠിച്ചാലും പല കുട്ടികളുടെയും ബുദ്ധിയിൽ നിൽക്കുന്നുമില്ല. तो മുരളി ജിസ് പ്രകാർ സെ ചൽത്തി ഹേ, അതുകൊണ്ട് ബാബയുടെ മുരളി എങ്ങനെ ഇതുവരെ നടന്നിരുന്നോ അതുപോലെ നടക്കും. इसलिए മുരളി और പത്ര का जिससे कनेक्शन, എങ്ങനെ മുരളിയും ലെറ്ററുകളും മധുബനിൽ നിന്ന് പോയിരുന്നോ കുട്ടികൾക്ക്, അതേപോലെ അത് നടക്കും. ജैसे आप മധുബൻ में റിഫ്രഷ് होने आते, അടുത്തത് പറഞ്ഞു ബാബ, കുട്ടികൾ മധുബനിൽ റിഫ്രഷ് ആകാൻ വന്നിരുന്നത് പോലെ ഇനിയും വരും. ഇനി നിങ്ങൾക്ക് ചിന്തയുണ്ടാവും, ഇനി ആരെ കാണാനാണ് വരണേ, ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക മധുബനിൽ? ഈ ചോദ്യങ്ങളുണ്ടോ? ആര് നിങ്ങളെ റിഫ്രഷ് ആക്കും? അപ്പോൾ ബാബ പറഞ്ഞു, जो आप में लकी सितारे हैं, उन सितारों का आकाश में क्या नक्शा है, देखा है क्या? हिलमिल कर रहते हैं सितारे, तो अभी जो निमित्त मुख्य वल्स है. അപ്പോൾ ബാബ പറഞ്ഞു, ആകാശത്തിൽ നോക്കൂ, കുറച്ച് മുഖ്യ നക്ഷത്രങ്ങൾ വേറിട്ട തിളക്കത്തോടെ കാണപ്പെടാറില്ലേ? അതേപോലെ യജ്ഞത്തിലും നിമിത്തമായ മുഖ്യ മക്കൾ, ബാബയുടെ മുഖ്യപുത്രരാരെല്ലാം ഉണ്ടോ, ഉൻകെ സാത്ത് പൂരാ സംബന്ധ് ജോഡ്കർ, അവരോടൊപ്പം സംബന്ധം പൂർണ്ണമായി വെച്ച് താങ്കളുടെ സേവാ കേന്ദ്രങ്ങളുടെ റിസൾട്ടും സമസ്യകൾക്കുള്ള സമാധാനവും സെൻറ്ററിൻ്റെ ഉന്നതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പുതിയ പുതിയ ഈശ്വരീയ വിദ്യാർത്ഥികൾ ആരെല്ലാം ബാബയുടെ പൂന്തോട്ടത്തിൽ വിരിയുന്നു അവരുടെ എല്ലാം ഗ്രൂപ്പും മധുബനിൽ വന്നുകൊണ്ടേയിരിക്കും. സാത്ത് സാത്ത് ഐസെ സംഘടൻ കെ ബീച്ച് ബാപ് ദാദാ കഭി ഭി സന്ദേശി ദ്വാര നഹി. കുട്ടികൾ മധുബനിൽ വരുമ്പോൾ ബാബ പറഞ്ഞ് സന്ദേശിമാരിലൂടെയല്ല, ഇന്ന് ബാബ പറഞ്ഞു ഇന്നത്തെ ദിവസം ബാബയുടെ രഥത്തെ ഫിക്സ് ചെയ്യാണ്. ഈ ഫിക്സ് ചെയ്യപ്പെട്ട രഥത്തിൽ ബാബ സ്വയം വരും. എന്നിട്ട് കുട്ടികളുടെ സേവനം ബാപ് ദാദ രണ്ടുപേരും നേരിട്ട് കുട്ടികളുടെ പാലന ചെയ്തുകൊണ്ടിരിക്കും. ട്രാൻസ് മെസ്സേജ് അല്ല നിങ്ങൾക്ക് കിട്ടണേ, ബാബ സ്വയം വരും, ബാബ വന്ന് നിങ്ങളെ പാലിക്കും. ബാബ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ? अब आगे आने वाले पेपर के बारे में बाबा पहले से ही बता रहे हैं. അടുത്തത് പറഞ്ഞു ബാബ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പേപ്പറുകൾ വരാം അത് മുൻകൂട്ടി പറയുകയാണ്. ഏതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷ? മുൻകൂട്ടി പറഞ്ഞു തരികയാണ് ബാബ. പരസ്പരം ഏകമതത്തിൽ ഏകരസത്തിൽ അന്തർമുഖിയായി അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ബന്ധങ്ങൾ നിറവേറ്റും. ഏകമതത്തിലായിരിക്കണം, ഏകരസത്തിലായിരിക്കണം, അന്തർമുഖിയായിരിക്കണം, അവ്യക്ത സ്ഥിതിയിലിരുന്ന് സംബന്ധങ്ങൾ നിറവേറ്റും. यही बाप दादा जो पेपर बता रहे हैं. ബാബ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് വരാവുന്ന പേപ്പറുകൾ പറഞ്ഞു തരികയാണ്. ഇനി ബാബ അതിൻ്റെ റിസൾട്ടും നോക്കും. കുട്ടികൾ എത്രത്തോളം ഒരുമയോടെ പോകുന്നുണ്ട്. അന്ത്യക്കെ സമയ ബ്രഹ്മക്കെ തൻ ദ്വര, അവസാന സമയത്ത് ലാസ്റ്റ് ദിവസം ബ്രഹ്മ ശരീരത്തിലൂടെ ശിവബാബ നൽകിയ ശിക്ഷണങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ, ഓർമ്മയുണ്ടാകുമല്ലോ. ഓർമ്മയില്ലേ ലാസ്റ്റ് മുരളി ബാബയുടെ?
ഓർ ആജ് കെ ദിൻ എന്തായിരുന്നു മുരളി ഉച്ചരിച്ച ബാബ അവസാനം? ആര് നിങ്ങളെ നിന്ദിക്കുന്നു അവർ നിങ്ങളുടെ യഥാർത്ഥ മിത്രമായിരിക്കും. നിങ്ങളാരെയും നിന്ദിക്കരുത്, നിങ്ങൾക്കാരോടും വിരോധവും അല്ലേ വിദ്വേഷവും ഉണ്ടാക്കരുത്. പിന്നെ ബാബ എന്തു പറഞ്ഞു? നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. और आज के दिन इस संगठन के बीच कुछ देने आए भी हो. അപ്പോൾ ബാബ പറഞ്ഞ സാക്കാരത്തിലൂടെ ബ്രഹ്മബാബയിലൂടെ ലഭിച്ച അന്തിമ മധുര മഹാവാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഇന്നും ബാബ നിങ്ങൾക്ക് കുറച്ച് തരാനും നിങ്ങളിൽ നിന്ന് ചിലതൊക്കെ വാങ്ങാനും വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ബാബ എന്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ തരാൻ തയ്യാറാണോ? किसी के दिल में अगर ऐसा संकल्प आता हो कि न मालूम क्या होगा, ആരുടെയെങ്കിലും മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടോ, യോ അറിയില്ലല്ലോ ബാബ എന്തായിരിക്കും ചോദിക്കുക? अगर सभी संतुष्ट है तो क्या जो भी हम आपसे लेंगे उनको देने में आप सभी संतुष्ट होंगे? ബാബ ചോദിച്ചു നോക്കൂ, നിങ്ങളെല്ലാവരും സന്തുഷ്ടാത്മാക്കളാണെങ്കിൽ ബാബ നിങ്ങളിൽ നിന്ന് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ബാബ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരാൻ തയ്യാറല്ലേ ചോദിച്ചു ബാബ. തരാനും ബാബ എന്ത് തരുന്നോ അത് വാങ്ങാനും തയ്യാറായിരിക്കണം. ദോ ബാത്തോं का बीच संगठन के बीच ബാബ എന്നിട്ട് കാര്യം പറഞ്ഞു. ഫസ്റ്റ് മുരളിയിൽ തന്നെ ബാബ പറഞ്ഞു, നിങ്ങളെല്ലാ കുട്ടികളും 2 കാര്യങ്ങൾ ദാനം ചെയ്യണം. ഇന്ന് ബാബയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഈ 2 ദാനം തീർച്ചയായിട്ടും ചെയ്യണം. ഇനി അതിന് വേറെ സമയം മാറ്റി വെക്കരുത് പുരുഷാർത്ഥത്തിന്. ഈ കേൾക്കുന്നതിനോടൊപ്പം ചെയ്യുക. കാരണം ഇനി നമ്മുടെ പക്കൽ സമയമില്ല, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച അല്ലേ നമുക്ക് ഒരു സെക്കൻഡിൻ്റെ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തെന്ത് നിർദ്ദേശം ബാബ തരുന്നു ഉടനെ ചെയ്യുക. ഏക മുഖ്യ ബാത്ത്, 2 കാര്യം ആണല്ലോ പറഞ്ഞ ബാബ, ദാനം തരണം. 1, आज से आपस में एक दूसरे का अवगुण न देखना, न सुनना, न चित्त पर रखना. മുഖ്യ ശിക്ഷണം. ആരുടെയും അവഗുണം, ഒരാൾ മറ്റൊരാളുടെ അവഗുണം നോക്കരുത്. ഇനി ആരുടെയെങ്കിലും അവഗുണം പറഞ്ഞാൽ താങ്കൾ കേൾക്കരുത്. ആരുടെയെങ്കിലും കേട്ടതെടുത്ത് ഉള്ളിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യരുത്. കണ്ടതോ കേട്ടതോ എടുത്ത് ഉള്ളിൽ വെക്കരുത് ആരുടെ അവഗുണം. ഏതെങ്കിലും സഹോദരി സഹോദരന്മാരുടെ എന്തെങ്കിലും കാര്യം താങ്കളുടെ ദൃഷ്ടിയിൽ പെട്ടാൽ പോലും അത് മുതിർന്ന നിമിത്താത്മാക്കളോട് പറയണം. ആരുടെയും കുറവിന് നമ്മളും എടുത്ത് വെക്കരുത്, മറ്റുള്ളവരോടും പറഞ്ഞ് പരത്തരുത്. ആരുടെയെങ്കിലും കുറവുകൾ കണ്ണിൽ പെട്ടാൽ അതറിയിക്കേണ്ടവരെ ആരാണോ അവരുടെ നിമിത്ത മുതിർന്നവർ അവരോടേ പറയാവൂ. അവരിൽ നിന്ന് അവർക്ക് സൂചന കിട്ടട്ടെ. ഇതാണ് ഒരു കാര്യം, അത് ബാബ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2ാമത്തെ കാര്യം എന്താ? 2ാമത്തത്, ഇത് ശ്രദ്ധയിലുണ്ടായിരിക്കണം കുട്ടികളെ. കൊയ് ബി ഹിലാനേക്ക് കോശിഷ് കരേ, നിങ്ങളെ ആര് ഇളക്കാൻ ശ്രമിച്ചാലും, എന്ത് മായയോ പരിതസ്ഥിതിയോ വ്യക്തിയോ സംഭവമോ വന്ന് ഇളക്കാൻ ശ്രമിച്ചാലും, ജैसे आप बच्चों का कल पहले का गायन है, നിങ്ങളെക്കുറിച്ച് മഹിമയുണ്ട്. അങ്കദന് സമാനം ഉറച്ച പാദം, കൊയ് ഹിലാന സക്കെ, ആർക്ക് ഇളക്കാൻ കഴിയില്ല. ഐസെ നിശ്ചയാത്മക ബുദ്ധി വാലെ, ഇത്രയും നിശ്ചയബുദ്ധികളായ ദൃഢതയുള്ള ഏകരസസ്ഥിതിയുള്ള ആനെ വാലെ പേപ്പർ മേ പാസ് ഹോങ്കെ, അങ്ങനെയുള്ള കുട്ടികൾ കടന്നു വരുന്ന എല്ലാ പേപ്പറിലും ജയിക്കും. വരവും തന്നു ബാബ, ഹോംവർക്കും തന്നു, വരവും തന്നു. എന്താ പറഞ്ഞേ? എന്തൊക്കെ എവിടെ നിന്നൊക്കെ നിങ്ങളെ ഇളക്കി മറിക്കുന്ന കാര്യങ്ങൾ വന്നാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നാൽ, ഇളകാതെ ഇരുന്നാൽ, പരിഭ്രമിക്കാതിരുന്നാൽ,
അങ്കദനെ പോലെ ശക്തിശാലിയായിട്ടിരുന്നാൽ ബാബയിലും ബാബയുടെ മധുര മഹവാക്യത്തിലും മുറുകെ പിടിച്ച് ജീവിക്കുന്ന കുട്ടികൾ സ്ട്രോങ് ആയിരിക്കും. നിശ്ചയബുദ്ധികളാണെങ്കിൽ ദൃഢതയോടെ ഏകരസ അവസ്ഥയിൽ എല്ലാ പേപ്പറിലും നിങ്ങളെൻ്റെ കുട്ടികൾ ജയിച്ച് മുന്നോട്ട് പോകും, വിജയിച്ച് മുന്നോട്ട് പോകും. ഇതാണ് 2 ശിക്ഷണം ബാബ തന്നത്. ഒന്ന്, അവഗുണം നോക്കരുത്, കേൾക്കരുത്, പറയരുത്, പറയേണ്ടിടത്തേ പറയാവൂ. രണ്ടാമത്തത് എന്താ പറഞ്ഞേ? ഏത് സാഹചര്യത്തിലും ഇളകാതിരിക്കുക. എങ്കിൽ നിശ്ചയബുദ്ധിയായിരുന്നാൽ ദൃഢതയോടെ ജയിക്കാം. അടുത്ത ബാബയുടെ മുരളിയുടെ ബാക്കി. ഹാത്ത് സെ ഹാത്ത് नहीं छूटा न ही साथी से साथ छूटा है. ബ്രഹ്മബാബ വ്യക്തമായതിനെക്കുറിച്ച് ശിവബാബ പറഞ്ഞത്, മക്കളെ, നിങ്ങളുടെ കൈയും കൂട്ടും ബാബ വിട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ബാബയുടെ കൈയുണ്ട്, നിങ്ങളോടൊപ്പം ബ്രഹ്മബാബയുടെ കൂട്ടുകെട്ടുമുണ്ട്. ബാബ കൂടെ തന്നെയുണ്ട്, കൈയും കൂട്ടും വിട്ടിട്ടില്ല. ബ്രഹ്മദ്വാര ജോ ഇത്തനെ ബ്രാഹ്മൺ രജേ, ബ്രഹ്മബാബയിലൂടെ ജന്മം എടുത്ത ഇത്രയും മക്കള്, നിങ്ങളെല്ലാം വലിയ കുട്ടികളായില്ലേ. തബ് ബാബ റിട്ടയർ. നിങ്ങൾ ജന്മം എടുത്ത ആദ്യയിൽ ജന്മം എടുത്ത കുട്ടികളെല്ലാം വളർന്ന് വലുതായതുകൊണ്ട് ബ്രഹ്മബാബ റിട്ടയർമെൻ്റ് എടുത്തിരിക്കുകയാണ്. अब ऐसे ही समझो कि बाबा रिटायर अवस्था में भी आपके साथ है. റിട്ടയർമെൻ്റ് എടുത്തിട്ട് ബാബ പോണില്ല, റിട്ടയർമെൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ ബच्चों को कार्य देखकर देखते रहेंगे. ബാബ എന്താ ചെയ്തിരിക്കണേ? എല്ലാ കാര്യങ്ങളും മക്കളെ ഏൽപ്പിച്ചിട്ട് ബാബ സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീർ ഛൂട്ടാ, ബ്രഹ്മബാബയുടെ ശരീരം പോയി എന്നേ ഉള്ളൂ, പക്ഷെ കൈയും കൂട്ടും വിട്ടിട്ടില്ല. ബാബയുടെ കൈയും കൂട്ടും ബാബ മക്കളുടെ അടുത്തുനിന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ബുദ്ധി കാ സാത്ത് ഹാത്ത് നഹീ ഛൂട്ടാ ഹെ. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ബാബയുടെ കൈയും കൂട്ടും ഉണ്ട്, ബുദ്ധിബലം കൊണ്ട്. ഇത് സദാ നിലനിൽക്കുകയും ചെയ്യും. ബുദ്ധിബലം കൊണ്ട് ബാബയെ നിങ്ങൾക്ക് കൂടെ വയ്ക്കാം, ബാബയുടെ കയ്യിൽ കൈ പിടിക്കാം ബുദ്ധി കൊണ്ട്. ഏ ദോ ബാത്തേ ജോ സുനായി ഹേ, മുകളിൽ പറഞ്ഞ 2 കാര്യമുണ്ടല്ലോ. ഏത്? ഒന്ന് ഇളകാത്ത അവസ്ഥ, രണ്ടാമത്തത് അവഗുണം കാണുന്ന ദൃഷ്ടി. ഇളക്കം അവസാനിപ്പിക്കുക, അവഗുണം കാണുന്ന ദൃഷ്ടി. ഇത് രണ്ടും ബാബയ്ക്ക് ദാനം നൽകുക. അഗർ സഭി വർഷ ധ്യാൻ ദേ कि संकल्प कर चुके और दे चुके हैं. ബാബ ചോദിച്ചു, നിങ്ങളിൽ ആരൊക്കെ ഈ ദാനം ചെയ്യാൻ സങ്കല്പെടുത്തു? ഞാൻ ഒരിക്കലും ഇളകില്ല. മറ്റൊന്ന്, അവഗുണം കാണില്ല. ഇത് രണ്ടും ബാബയ്ക്ക് ദാനമായി തരുന്ന കുട്ടികളാണ്. और संकल्प की हुई चीज़, ബാബ പറഞ്ഞു, ഇതിന് സങ്കല്പം എടുക്കൂ. നിങ്ങൾ ബാബയുടെ അടുത്ത് സങ്കല്പം എടുത്ത് ബാബയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം കൊടുത്ത വസ്തു ഒരിക്കലും തിരിച്ചെടുക്കാനും പാടില്ല. അഗർ മായ വാപ്പിസ് ലേനേക്ക് കോശിഷ് കരാവേ, മായ നിങ്ങളെക്കൊണ്ട് തിരിച്ചെടുപ്പിക്കാനായിട്ട് പരിശ്രമിച്ചാലും അപ്പനെ ഊപ്പർ ജാഞ്ച് ഹോഗി തോ പാസ് ഹോ ജായെങ്കെ. മായ പലതരത്തിലും വരുന്നു പറയാം ബാബ ഇളക്കാൻ കുട്ടികളെ, അല്ലേ? പേപ്പർ വരും, പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും മായയ്ക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. പ്രജാപിത ബ്രഹ്മയ്ക്ക് സ്നേഹി വത്സോങ്കോ ആകെ ക്യാ കർണ ഹെ. ഇനി അടുത്തത് ബാബ കുട്ടികൾക്ക് മുരളിയിലൂടെ നൽകിയ നിർദ്ദേശം നോക്കൂ. ഫസ്റ്റ് മുരളിയിൽ തന്നെ ബാബ എല്ലാ കാര്യങ്ങൾക്കുള്ള ഡയറക്ഷൻ നൽകി എന്നുള്ളതാണ്, അല്ലേ? പ്രജാപിത ബ്രഹ്മാവിനോട് സ്നേഹമുള്ള കുട്ടികൾ. ബാബയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയായിരുന്നു ബാബ. അടുത്തത് അതാണ്, ബ്രഹ്മാവിനോടുള്ള സ്നേഹം എങ്ങനെ കുട്ടികൾ പ്രകടിപ്പിക്കണം എന്ന് നമുക്ക് നാളെ ബാക്കി കേൾക്കാം. ബാബയോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കുട്ടികൾ എന്താണ് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ?
അടുത്തത് ബാബ ഈ നിർദ്ദേശമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇന്ന് നമുക്ക് എന്തൊക്കെ പാഠം കിട്ടി ഒന്നൊന്നായിട്ട് ഓർമ്മയിലേക്ക് കൊണ്ടുവരൂ. മുഖ്യ ശിക്ഷണം സ്മൃതിയിലേക്ക് കൊണ്ടുവരൂ. ബാബയുടെ ഈ മുഖ്യ ശ്രീമതം ആദ്യ മുരളിയിൽ തന്നെ ബാബ 2 ദാനം ചോദിച്ചു. ഈ 2 ദാനവും ബാബയ്ക്ക് മനസ്സാ സമർപ്പിക്കും. किसका नहीं तू प्यारा, सबका तू ही सहारा। किसका नहीं तू प्यारा, सबका तू ही सहारा। परमात्मा तुम ही हो, परमात्मा शिव नाम है तुम्हारा। किसका नहीं तू प्यारा, सबका तू ही सहारा। तुमने ही भेद खोले सारे अगम निगम के, हैं छट गए कुहासे अज्ञान और भरम के। गीता का ज्ञान सूरज आबू से है निहारा। किसका नहीं तू प्यारा, सबका